വികാരിയച്ച, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റു വൈദികര്, ജനപ്രതിനിധികള്, കൈക്കാരന്മാര്, വൈസ് ചെയർമാൻ, ഏറെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ പ്രിയമുള്ള ഇടവകാംഗങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു സ്വീകരണ യോഗത്തിൽ ഇടയ്ക്ക് വെച്ച് എല്ലാവരുടെയും ആശംസകൾ കഴിയുന്നതിന് മുമ്പ് സംസാരിക്കേണ്ടി വരുന്നത് അനൗചിത്യമാണ് എന്ന് എനിക്കറിയാം. നിർവാഹം ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് 7:30 ഫ്ലൈറ്റ് എന്നല്ല പറഞ്ഞത്, 7:30 എനിക്ക് ഇവിടുന്ന് പോകണം എന്നാണ് പറഞ്ഞത്. എനിക്ക് 8:40 ഫ്ലൈറ്റ് ഉണ്ട്. ഡൽഹിക്കൊരു യാത്രയുമുണ്ട്. ഈ പരിപാടി 6 മണിക്ക് ആയതുകൊണ്ട് നമുക്കൊരു 7:30 കൂടെ അവസാനിച്ച് പോകാം എന്ന കണക്കുകൂട്ടലിലാണ് അത് ചെയ്തത്. മാത്രവുമല്ല, അതിനുശേഷം അവസാനത്തെ ഫ്ലൈറ്റാണ്, പിന്നെ പോകാൻ അതിനുശേഷം ഫ്ലൈറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തര ആവശ്യം വന്നു പോയതുകൊണ്ടാണ്. ആരും അനാദരവായിട്ട് കാണരുത് എന്ന് ആദ്യമേ തന്നെ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു സ്നേഹോഷ്മളമായ സ്വീകരണം ഒരുക്കിയ വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹത്തോടുള്ള പ്രത്യേകമായ നന്ദി ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. ഇവിടെ സുരിച്ചേട്ടൻ മുതൽ നമ്മുടെ ജോസേട്ടൻ വരെ പ്രസംഗിച്ച എല്ലാ വിശിഷ്ട വ്യക്തികളും പറഞ്ഞ നല്ല വാക്കുകൾ ഞാൻ നന്ദിയോടെ ഓർക്കാണ്. അവർ പറഞ്ഞ വാക്കുകളിൽ ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിന്റെ ഗൗരവം, അതിനെ സംബന്ധിച്ചിട്ടുള്ള ഓർമ്മപ്പെടുത്തലും കൂടിയുണ്ട്. അതും ഞാൻ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുന്നു. വളരെ ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. 3ാം തവണ അങ്കമാലിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ നല്ലൊരു മികച്ച വിജയമുണ്ടാകും എന്ന പൂർണ്ണ ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. കാരണം 10 വർഷക്കാലം ഒരു ജനപ്രതി എന്ന നിലയിൽ എല്ലാവരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയമോ ജാതി മത ചിന്തകളോ വലിപ്പ ചെറുപ്പമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കണ്ട് മുന്നോട്ട് പോകുവാൻ ഒരു സാധാരണക്കാരനായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ നല്ല ആത്മവിശ്വാസം വേണം. വൈക്കത്ത് ഉറപ്പിലച്ചൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് അരമനയിൽ പോയിരുന്നു. നമ്മുടെ അഭിയന്തി പാർലാനി പിതാവും ക്യൂരിയ അംഗങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടാവും, ഭൂരിപക്ഷമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള, ഞങ്ങൾക്കൊരു കണക്കുകൂട്ടലുണ്ടായിരുന്നു, അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു വിജയം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. 37,000-ഓളം വോട്ടിന്റെ ഒരു വിജയം എന്ന് പറഞ്ഞാൽ വളരെ അതിഗംഭീരമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. അപ്പോൾ ആ വിജയം എനിക്ക് സമ്മാനിച്ചത് അങ്കമാലിയിലെ ജനങ്ങളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിന് നിങ്ങളോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. നമ്മൾ അതിനുശേഷം ഇങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നു വന്നു. 3ാം തവണയൊക്കെ ജയിച്ചപ്പോൾ സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തപ്പോൾ സ്വാഭാവികമായും മന്ത്രിസ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ഇത് അപ്രതീക്ഷിതമാണെന്നൊന്നും പറഞ്ഞ് ഞാൻ പറയുന്നില്ല, അത് പ്രതീക്ഷിതമൊക്കെ തന്നെയാണ്. അതിനെ സംബന്ധിച്ചിട്ടുള്ള സൂചനകളൊക്കെ എനിക്ക് തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ അതധികം വാർത്തയൊന്നും കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചാനലുകളിൽ വാർത്ത അടിച്ചു വന്നപ്പോൾ ഈ തുടക്കത്തിൽ സാധ്യതാ പട്ടികളൊക്കെ ചർച്ച ചെയ്തപ്പോൾ എന്റെ പേരധികം വരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. കാരണം പേരധികം വന്നാൽ അത് ഗുണത്തിനല്ലാതെ ദോഷമാകുള്ളൂ എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പേരൊന്നും അധികം വരാതിരിക്കാനായിട്ട് തുടക്കത്തിൽ ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എന്റെ പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ ആ സൂചന ഉണ്ടായിരുന്നു. എന്തായാലും മന്ത്രിസ്ഥാനം ലഭ്യമാകുന്ന സമയത്ത് ആ ചർച്ചകൾ നടക്കുമ്പോൾ വകുപ്പിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുണ്ടായി. അപ്പൊ ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നെ വിളിച്ചു പറഞ്ഞു, റോജിക്ക് ഹയർ എഡ്യൂക്കേഷനാണ് റോജിക്ക് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ചെറുതായി എന്താ പറയുക, എന്റെ ചങ്കിടിച്ചു എന്ന് പറയാൻ കാരണം അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അതിന്റെ ഭാരം എത്രത്തോളം ഉണ്ട് എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. കാരണം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ ഒരു സ്ഥിതിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. മാത്രവുമല്ല ആ വിഷയങ്ങളൊക്കെ നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും ഒക്കെ പല ആവർത്തി അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉന്നയിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയുമാണ്. അപ്പൊ അതുകൊണ്ട്
വലിയൊരു ഉത്തരവാദിത്തമാണ്. ഏറ്റവും ശ്രദ്ധ ആവശ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. ഇവിടെ നേരത്തെ ജോസേട്ടനും അതുപോലെ തന്നെ പാലക്കപ്പള്ളി അച്ഛനും ഒക്കെ പറഞ്ഞതുപോലെ വിവാദങ്ങളും മാധ്യമ ശ്രദ്ധയും ഒക്കെ വരാൻ ഏറെ സാധ്യതയുള്ള, ഏറ്റവും സാധ്യതയുള്ള പൊട്ടൻഷ്യലുള്ള ഒരു വകുപ്പാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. നമുക്ക് ഓവർനൈറ്റ് നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് എന്താ പറയുക, ഓവർനൈറ്റ് അതൊക്കെ ചെയ്യാൻ കഴിയും എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും നമ്മളിന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനായിട്ട് ഒരു പ്രത്യേക ശ്രദ്ധയും ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചും മുഖ്യമന്ത്രി എന്റെ അടുത്ത് ഈ വകുപ്പിനെ കുറിച്ച് ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കുന്ന ഒരു മേഖലയായിരിക്കും നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മേഖല. അതുകൊണ്ട് തന്നെയാണ് ആ ഉത്തരവാദിത്തം റോജിയെ ഏൽപ്പിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള എല്ലാ പരിശ്രമവും ഉണ്ടാകും എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാഭാവികമായും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം അങ്കമാലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഞാൻ ഏതൊക്കെ സ്ഥാനത്ത് വന്നാലും അതൊക്കെ സാധ്യമാവുന്നത് അങ്കമാലിക്കാർ നൽകിയ MLA എന്ന 3 അക്ഷരം ഉള്ളതുകൊണ്ടാണ്. ആ ബോധ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അങ്കമാലിയുടെ വികസന കാര്യങ്ങളിലും നമ്മുടെ പൊതുവായ ക്ഷേമ കാര്യങ്ങളിലുമൊക്കെ സാധ്യമായ എല്ലാ ഇടപെടലുകളും നടത്താൻ എപ്പോഴും കൂടെ ഉണ്ടാകും. മാത്രവുമല്ല, എന്നത്തെയും പോലെ ഒരു സാധാരണക്കാരനായി ജനങ്ങളോടൊപ്പം ഉണ്ടാകും, ഇടവകയോടൊപ്പം ഉണ്ടാവും. ഞാൻ സാധാരണ പള്ളിയിൽ വന്നാൽ, ഞാൻ ഞായറാഴ്ച സാധാരണ 7 മണിയുടെ കുർബാനയ്ക്കാണ് വരാറ്. കുർബാനയ്ക്ക് വന്നാൽ ഏറ്റവും പുറകിൽ വന്നു നിന്ന് കുർബാന കണ്ട് തിരിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോ അതുപോലെ തന്നെ ഒരു സാധാരണക്കാരനായി ഈ ഇടവകയിൽ ഒരു അംഗമായി യൂണിറ്റിലായാലും ഒക്കെ പരമാവധി സമയങ്ങളിൽ ഞാൻ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. അൽഫോൻസ യൂണിറ്റിലായിരുന്നപ്പോഴും ഡോൺ ബോസ്കോ യൂണിറ്റിലായിരുന്നപ്പോഴും ഒക്കെ, അതുപോലെ ഇടവകയുടെ പള്ളിയിൽ നടക്കുന്ന പരിപാടികളിലുമൊക്കെ നമ്മൾ ഒരു ഇടവക അംഗം എന്ന നിലയിൽ, ഞാൻ പള്ളിയിലെ പരിപാടികളിലൊക്കെ വരുന്നത് ഞാൻ MLA എന്ന നിലയിലോ അല്ലെങ്കിൽ മന്ത്രി എന്ന നിലയിലോ ഒന്നുമല്ല, ഞാൻ ഒരു ഇടവക അംഗം എന്ന നിലയിൽ ഞാൻ ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കാനായിട്ട് പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ കാലയളവിൽ തുടർന്നും ആ ഇടവകയിലെ ഒരു അംഗം എന്ന നിലയിൽ ഈ ഇടവക സമൂഹത്തോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്നൊരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ ഇടവക സമൂഹം നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം.